ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിൻ്റെ സോഷ്യലിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിയുമായി ബന്ധപ്പെട്ടവ തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പം നമുക്കറിയാം, തുർക്കി, പേർഷ്യ എന്നീ രാജ്യങ്ങളുടെ ശൈലികളും തദ്ദേശീയമായ ശൈലികളും സമന്വയിപ്പിച്ചുണ്ടാക്കിയ വാസ്തുവിദ്യാ ശൈലിയാണത്, അല്ലേ? ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ പോയിന്റ് കറക്റ്റാണ്. അടുത്ത പോയിന്റ് 16ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ ശൈലി, അത് തെറ്റാണ്. അടുത്തത് കമാനങ്ങളും താഴികക്കുടങ്ങളും മിനാരങ്ങളും ഈ ശൈലിയുടെ സവിശേഷതകളാണ്, അത് ശരിയാണ്. കെട്ടിടങ്ങളിൽ അലങ്കാരത്തിനു വേണ്ടി പുഷ്പങ്ങളുടെയും സസ്യങ്ങളുടെയും രൂപങ്ങൾ കൊത്തിവെച്ചു, ശരിയാണല്ലേ? കൂർത്ത ഗോപുരങ്ങളും കമാനങ്ങളും ഈ ശൈലിയുടെ മുഖ്യ സവിശേഷതയാണ്, ആണോ? കൂർത്ത ഗോപുരങ്ങളും അതുപോലെ തന്നെ കമാനങ്ങളും ഈ ശൈലിയുടെ സവിശേഷത അല്ലേ? അപ്പോൾ 3 എണ്ണമാണ് നമുക്ക് ശരിയായിട്ടുള്ളത്. ഓക്കെ, അത് നോക്കി എഴുതണം. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. ഇൻഡോ ഇസ്ലാമിക് ശൈലിയും ഗോതിക് ശൈലിയിലുമുള്ള നിർമ്മിതികൾക്ക് ഓരോ എക്സാമ്പിൾ എഴുതാനാണ്. അപ്പോൾ ഇൻഡോ ഇസ്ലാമിക് ശൈലിയുടെ നമുക്കറിയാം, ഹുമയൂണിൻ്റെ ശവകുടീരം, താജ്മഹൽ, ജുമാ മസ്ജിദ്, ചാർമിനാർ, അല്ലേ? ഇനി ഗോതിക് സ്റ്റൈലാണെങ്കിൽ അതിൻ്റെ എക്സാമ്പിൾ കൊച്ചിയിലുള്ള സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, അതുപോലെ തന്നെ ഗോവയിലുള്ള ബോം ജീസസ് പള്ളിയും, കേട്ടോ. നിങ്ങളത് ഓർത്ത് എഴുതണം, കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി പ്രവർത്തനം 6 നോക്കാം. സൽത്താനത്ത് ഭരണകാലത്ത് രൂപപ്പെട്ട വാസ്തുവിദ്യാ ശൈലിയാണല്ലോ ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലി. ഏതെല്ലാം വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഇതിനായി ശില്പികളെ കൊണ്ടുവന്നത്? നമുക്കറിയാം, തുർക്കി, പേർഷ്യ, അല്ലേ? ഇനി അടുത്തത് നോക്കാം. വിദേശ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടി മധ്യകാലഘട്ടത്തിലെ നിർമ്മാണ പ്രത്യേകതകളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കി ഇൻ്റർനെറ്റിൽ പ്രസിദ്ധീകരിക്കണം. എങ്കിൽ ആ കുറിപ്പിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തും? നമുക്ക് ആഡ് ചെയ്യാം. കമാനങ്ങളും താഴികക്കുടങ്ങളും മിനാരങ്ങളും ഇതിൻ്റെ പ്രത്യേകതകളായിരുന്നു. അലങ്കാരത്തിനായി സസ്യങ്ങളും പുഷ്പങ്ങളും കൊത്തിവെച്ചിരുന്നു. വിശാലമായ പൂന്തോട്ടം ഉണ്ടായിരുന്നു, അല്ലേ? അത് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ കുമ്മായം, ചുവന്ന കല്ല്, മാർബിൾ എന്നിവ ഉപയോഗിച്ചു എന്നീ പോയിൻറ്റ്സ് ഒക്കെ നമുക്ക് ആഡ് ചെയ്തിട്ട് വേണം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ, കേട്ടോ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നുണ്ട്, നിങ്ങളത് ഫോളോ ചെയ്യണം. ഇതുപോലത്തെ ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, നമുക്കതെല്ലാം നോക്കാം, കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഇത് കുറച്ചുകൂടെ സിമ്പിളാണ്. നമുക്ക് 3 പിക്ചർ തന്നിട്ടുണ്ട്, എന്നിട്ട് അത് മനസ്സിലാക്കിയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അപ്പോൾ ആദ്യത്തേത് കുത്തബ് മിനാറാണ്, രണ്ടാമത്തേത് താജ്മഹൽ, മൂന്നാമത്തേത് ഹുമയൂണിൻ്റെ ശവകുടീരം. ഇതുപോലെ നിങ്ങൾക്ക് ചിലപ്പം എന്ത് തരും? പിക്ചർ തരും, എന്നിട്ട് ഇത് എഴുതാൻ വേണ്ടി പറയും. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ. സൽത്താനത്ത് മുഗൾ കാലഘട്ടങ്ങളിലുണ്ടായ വാസ്തുവിദ്യാ രീതി, നമ്മൾ പറഞ്ഞത് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലി, അല്ലേ? ഈ രീതിയുടെ 2 പ്രത്യേകതകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അല്ലേ? എന്താണ്? അലങ്കാരത്തിനായി പുഷ്പങ്ങളും സസ്യങ്ങളൊക്കെ കൊത്തിവെച്ചിരുന്നു. വിശാലമായ പൂന്തോട്ടം, കമാനങ്ങളും താഴികക്കുടങ്ങളും മിനാരങ്ങളും ഉണ്ടായിരുന്നു, അല്ലേ? അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇതിലെ ക്വസ്റ്റ്യനിലെ പ്രവർത്തനം 4 നോക്കാം. ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ രീതി രൂപപ്പെട്ടത് എങ്ങനെയാണെന്ന് നമ്മൾ ഇത്രയും നേരം പറഞ്ഞല്ലോ. പിന്നെ അടുത്തത് ഏതെങ്കിലും 2 സവിശേഷത, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിയിൽ ഇന്ത്യയിൽ പണിതീർത്ത ആദ്യത്തെ നിർമ്മിതി ഏതാണ്? കുത്തബ് മിനാറാണ്, കേട്ടോ. ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിൽ നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇനി അടുത്ത പാർട്ടിലേക്ക് പോകാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കൂ. തന്നിട്ടുള്ള ചിത്രങ്ങൾ പരിശോധിച്ച് അവ ഏത് കലാരൂപങ്ങളാണെന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് കഥകളിയാണ്, 2 ഒപ്പന, അടുത്തത് ചാക്യാർ കൂത്ത്, പിന്നീട് തെയ്യം. ഇവയെ ക്ഷേത്രകലകൾ, അനുഷ്ഠാന കലകൾ എന്നിങ്ങനെ തരംതിരിക്കുക. ഇതിൽ ക്ഷേത്രകലകൾ ഏതൊക്കെയാണ്? കഥകളിയും ചാക്യാർ കൂത്തുമാണ്, അല്ലേ? ഓക്കെ, ഇനി അനുഷ്ഠാന കലകൾ ഏതാണ്? അത് തെയ്യം, അതെ. അപ്പോൾ കഥകളിയും ചാക്യാർ കൂത്തൊക്കെ എന്താണ്? ക്ഷേത്രകലകളാണ്, അല്ലേ? ഇനി തെയ്യം ആണെന്നുണ്ടെങ്കിൽ അത് അനുഷ്ഠാന കലയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അതിനെ തരംതിരിച്ച് എഴുതാനുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാകും, കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നോക്കൂ. ഈ ക്വസ്റ്റ്യനിൽ പ്രവർത്തനം 8 നോക്കൂ. ചിത്രത്തിലെ കലാരൂപങ്ങൾ തിരിച്ചറിഞ്ഞ് പേരെഴുതുക. ഇത് ആദ്യത്തേത് എന്താണ്? തെയ്യാണല്ലേ. അടുത്തത് കഥകളി, പിന്നീട് ചാക്യാർ കൂത്ത്, 4ാമത്തേത് കളംപാട്ട്, കളമെഴുത്തെന്ന് പറയും, കേട്ടോ. ഇനി അവയെ ക്ഷേത്രകലകൾ, അനുഷ്ഠാന കലകൾ എന്നങ്ങനെ തരംതിരിച്ചാൽ എങ്ങനെ എഴുതും നമ്മൾ? തെയ്യം, കളംപാട്ടും എന്തിലാണ് വരുന്നത്? അനുഷ്ഠാന കലകളിലും. അതുപോലെ കഥകളിയും ചാക്യാർ കൂത്തും ഇതാണ്, കേട്ടോ. കഥകളി, ഇത് ചാക്യാർ കൂത്ത്. നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇത് തെയ്യം അറിയായിരിക്കും, അല്ലേ? തെയ്യം, ഇത് കളംപാട്ട്.
കളമെഴുത്തെന്ന് പറയും. ഓക്കെ, കളംപാട്ടെന്ന് പറയും. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? ഓക്കെ, അപ്പോൾ തെയ്യും കളംപാട്ടും നമ്മൾ അനുഷ്ഠാന കലകളിലും അതുപോലെ തന്നെ കഥകളിയും ചാക്യാർകൂത്തും ക്ഷേത്ര കലകളിലുമാണ് വരുന്നത് കേട്ടോ. ക്ഷേത്ര കലകളിൽ. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വരും. നിങ്ങളത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി എഴുതണം കേട്ടോ. ഇത് രണ്ടും അനുഷ്ഠാനം. ഓക്കെ, ക്ഷേത്ര അനുഷ്ഠാനം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അക്ഷാംശ രേഖകൾ ഭൂമിയിൽ സ്ഥാനനിർണ്ണയം സാധ്യമാക്കുന്നു. അക്ഷാംശ രേഖാംശ രേഖകൾ ഭൂമിയിൽ സ്ഥാനനിർണ്ണയം സാധ്യമാക്കുന്നു. ചിത്രത്തിൽ ഭൂമിയിലെ പ്രധാന അക്ഷാംശ രേഖകൾ ചിത്രീകരിച്ചിരിക്കുന്നു. ചിത്രത്തിൻ്റെ സഹായത്താൽ തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കറക്റ്റ് ഡിഗ്രി തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ടേബിൾ ഫില്ല് ചെയ്യണം. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തേത് 66.5 ഡിഗ്രി നോർത്ത് ഏതാണ് വരുന്നത്? അത് ആർട്ടിക് വൃത്താണ് കേട്ടോ. ഇത് കാണിച്ചു തരാം. ഇത് ആർട്ടിക്, ഇത് ആർട്ടിക്കാണ്. 66 ഡിഗ്രി വടക്ക് കേട്ടോ. ഇനി ഉത്തരായന രേഖ ഉണ്ട്, 23.5 ഡിഗ്രി വടക്ക്. ഇതെവിടെയാണ്? ഇത് 23 ഉത്തരായനം കേട്ടോ, ഉത്തരായന രേഖ. ഇനി 0 വരുമ്പോഴേതാണ്? ഭൂമധ്യരേഖയാണ് 0. ഇവിടെ ഭൂമധ്യരേഖ 0 ഡിഗ്രി കേട്ടോ. ഇത് ഞാൻ കറക്റ്റ് എഴുതി തരാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയതാണ്. തെക്ക് ദക്ഷിണായന രേഖ 23.5 ഡിഗ്രി. തെക്ക് ദക്ഷിണായനം, ഇത് ദക്ഷിണായനം. ഓക്കെ, അടുത്തത് തെക്ക് അന്റാർട്ടിക് വൃത്തം. അത് 66 അന്റാർട്ടിക്, തെക്ക് അന്റാർട്ടിക് കേട്ടോ. ഞാൻ കറക്റ്റ് എഴുതി കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഇനി നോക്കാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ നോക്കാം. ആദ്യത്തേത് 66 ഡിഗ്രി നോർത്ത് ആർട്ടിക് ആണ് കേട്ടോ. ഇത് ആർട്ടിക് വൃത്താണ്. അടുത്തത് ഉത്തരായന രേഖ വരുമ്പോൾ 23.5 ഡിഗ്രി നോർത്ത്. 0 വരുമ്പം ഭൂമധ്യരേഖ 0 ഡിഗ്രി കേട്ടോ. ഭൂമധ്യരേഖയാണ് വരുന്നത്. അത് വൃത്തം എന്നാണ് എഴുതിയത്, ഭൂമധ്യരേഖയാണ് കേട്ടോ അത്. ഇനി 23.5 ഡിഗ്രി സൗത്ത് എന്ന് വരുന്നത് തെക്ക് ദക്ഷിണായനം. ഇനി അടുത്തത് ഏതാ വരുന്നത്? തെക്ക് അന്റാർട്ടിക് വൃത്തം കേട്ടോ. തെക്ക് അന്റാർട്ടിക് വൃത്തം 66.5 ഡിഗ്രി സൗത്ത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ. നിങ്ങളിപ്പോൾ എക്സാമിനുള്ളത് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കാം. നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? എ നോക്കാം. അക്ഷാംശ രേഖകളെ പരിചയപ്പെടുത്തുന്ന ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? അക്ഷാംശ രേഖ എന്നൊക്കെ എഴുതിയിട്ട് ഹെഡിങ് എഴുതിയിട്ട് ഇവിടെ രേഖാംശ രേഖ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മോഡൽ കൊടുത്തിട്ടുണ്ടല്ലേ, അതുപോലെ നമ്മൾ എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ ഏതെല്ലാം പോയിൻറ്റ്സ് ആഡ് ചെയ്യാം? ഏറ്റവും വലിയ അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. അക്ഷാംശ രേഖകൾ ധ്രുവത്തോടടുക്കും തോറും ചെറുതായി വരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെന്താ? ഭൂമധ്യരേഖ ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്നു എന്നീ പോയിൻറ്റ്സ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ട്, പിന്നെ ടെക്സ്റ്റിൽ ഒത്തിരി പോയിൻറ്റ്സ് ഉണ്ടാവും, അതൊക്കെ കൂട്ടിച്ചേർത്തിട്ട് വേണം അക്ഷാംശ രേഖയുടെ കുറിപ്പ് തയ്യാറാക്കാൻ കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ ഒരു കാര്യമാണ് ഇവിടെ തന്നെ തന്നിട്ടുള്ളത് അല്ലേ. സെയിം ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മളതിൽ നോക്കിയിട്ട് ഇവിടെ എ ബി സി തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് ഫില്ല് ചെയ്യണം അല്ലേ. പിന്നെ കുറച്ച് പോയിൻറ്റ്സും തന്നിട്ടുണ്ട്, ബി ക്വസ്റ്റ്യനും തന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇത് നോക്കി ക്ലിയർ ആക്കി നമ്മൾ മനസ്സിലാക്കി. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഓക്കെ, അവിടെ അടുത്ത് എഴുതാനുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഗ്ലോബ് നോക്കിയിട്ട് വേണം അതിൻ്റെ ആൻസർ ചെയ്യാൻ കേട്ടോ. സെയിം ക്വസ്റ്റ്യനാണ്, നേരത്തെ ചെയ്ത അതേപോലത്തെ ക്വസ്റ്റ്യനാണ് കേട്ടോ. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യനാണ്, ഇത് അവിടെ തന്നിട്ടുണ്ട്. ഈ മാപ്പ് അത്ര ക്ലിയർ അല്ല, നിങ്ങൾക്ക് കറക്റ്റ് സാധനം തരും. അപ്പോൾ ഇവിടെ രാജ്യം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ഇവിടെ അക്ഷാംശ രേഖാംശ രേഖകൾ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ അതുപോലെ തന്നെ താഴെ ഒരു BC ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്.
ഓക്കെ, 0 ഡിഗ്രി രേഖാംശ രേഖ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നമ്മൾ നേരത്തെ ചെയ്തു അല്ലേ, കുറച്ച് നേരത്തെ അത് ചെയ്തതേ ഉള്ളൂ. പിന്നെ തൊട്ട് താഴെയുള്ളതും 0 ഡിഗ്രി രേഖാംശ രേഖയ്ക്ക് എതിർവശത്തുള്ള രേഖാംശ രേഖ എത്ര ഡിഗ്രിയിലൂടെയാണ് കടന്നു പോകുന്നത്? നമ്മുടെ നേരത്തെ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ ഇതിൻ്റെ രണ്ടിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. CE 11-ാം നൂറ്റാണ്ടോടെ യൂറോപ്പിൽ നിരവധി നഗരങ്ങൾ ഉയർന്നു വന്നു. മധ്യകാല യൂറോപ്പിൽ നഗരങ്ങൾ ഉയർന്നു വരാൻ ഇടയാക്കിയ സാഹചര്യങ്ങൾ എന്തെല്ലാം എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം CE 11-ാം നൂറ്റാണ്ടോടെ യൂറോപ്പിൽ നിരവധി പുതിയ നഗരങ്ങൾ 11-ാം നൂറ്റാണ്ടോടെയാണ് വന്നിട്ടുള്ളതെന്ന് അല്ലേ, നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഫ്യൂഡലിസം നിലനിന്ന മധ്യകാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ കച്ചവടത്തിന് വലിയ പ്രാധാന്യമില്ലായിരുന്നു. മാനറുകളിലെ ഉൽപ്പന്നങ്ങൾ അവിടെ തന്നെ വിനിയോഗിച്ചു. ഓരോ പ്രദേശത്തും സംഘടിക്കപ്പെട്ട ചന്തകളിലൂടെയാണ് ഉൽപ്പന്നങ്ങളും കാർഷികോപകരണങ്ങളും വിനിമയം ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളതിൻ്റെ ആൻസർ എഴുതണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മധ്യകാല യൂറോപ്യൻ നഗരങ്ങളുടെ സവിശേഷതകൾ പട്ടികപ്പെടുത്താനാണ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു അവരുടെ ഒരു സവിശേഷതകൾ? അപ്പോൾ ആ നഗരങ്ങൾക്കൊക്കെ സ്വന്തമായ ഭരണ സംവിധാനം ഉണ്ടായിരുന്നു അല്ലേ. ഓരോ നഗരവും വലിയ ചുറ്റുമതിലുകളാൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു അല്ലേ. പിന്നെ ശുചീകരണ കാര്യത്തിൽ വളരെ പിന്നോക്കമായിരുന്നു അവരല്ലേ. അപ്പോൾ അതൊരു സവിശേഷത അല്ല, ഞാനിതിൻ്റെ കൂടെ പറഞ്ഞതാണ്. അപ്പം നമുക്ക് എന്തൊക്കെ എഴുതാം? നല്ല ഭരണ സംവിധാനം ഉണ്ടായിരുന്നു, ഓരോ നഗരവും വലിയ ചുറ്റുമതിലുകളാൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു എന്നൊക്കെ നമുക്ക് എഴുതി ചേർക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, പ്രവർത്തനം 5 നോക്കാം. CE 11-ാം നൂറ്റാണ്ടോടെ യൂറോപ്പിൽ നിരവധി പുതിയ നഗരങ്ങൾ രൂപം കൊണ്ടു. മധ്യകാല യൂറോപ്പിൽ ഉയർന്നു വന്ന നഗരങ്ങളുടെ സവിശേഷതകൾ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. ഇനി B ക്വസ്റ്റ്യൻ നോക്കാം. മധ്യകാല യൂറോപ്യൻ നഗരങ്ങൾ ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നു. എന്തെല്ലാം വിഭവങ്ങളാണ് വിനിമയം ചെയ്തിരുന്നത്? എന്തൊക്കെയാണ്? സുഗന്ധവ്യഞ്ജനങ്ങൾ, രത്നങ്ങൾ, തുണിത്തരങ്ങൾ അല്ലേ. ഓക്കെ, അപ്പോൾ അത് ഓർക്കണം കേട്ടോ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത പ്രവർത്തനം 7 നോക്കാം. മധ്യകാല ഇന്ത്യയിലെ ക്ഷേത്രങ്ങളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലൂടെ വികാസം പ്രാപിച്ചതാണ്. മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് ക്ഷേത്ര നിർമ്മാണ രീതിയിലുള്ള മാറ്റങ്ങളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. നമുക്കറിയാം ഏതൊക്കെ രീതിയിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളുണ്ട്, എന്തൊക്കെ ചേർക്കണം എന്നുള്ളത് നമുക്ക് ടെക്സ്റ്റിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ 1-2 പോയിൻറ്റ്സ് ഒക്കെ എഴുതിയാൽ മതിയാവും. ഓക്കെ, B ക്വസ്റ്റ്യൻ നോക്കാം. അത് കുറച്ച് കൂടുതലുള്ളത് കൊണ്ടാണ് ഞാനിവിടെ പറയാത്തത് കേട്ടോ. B ക്വസ്റ്റ്യൻ നോക്കാം. ബൃഹദീശ്വര ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് ഏത് ചോള രാജാവിൻ്റെ കാലത്താണ്? ആരുടെ കാലത്താണ്? ആൻസർ രാജരാജ ചോളൻ്റെ കാലത്താണ് അല്ലേ. ഓക്കെ, ഇനി C ക്വസ്റ്റ്യൻ നോക്കാം. കാമാഖ്യ ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആസാമിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. ഏത് സ്ഥലങ്ങളിലാണ് ഇത്? ഇപ്പോൾ C ക്വസ്റ്റ്യൻ ചോദിച്ച പോലെ ആയിരിക്കും അതും ചോദിക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഏത് സംസ്ഥാനത്താണെന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങളത് ഓർത്ത് വെക്കണം കേട്ടോ. നമുക്കിനി അടുത്തൊരു ചോദ്യം നോക്കാം. പ്രവർത്തനം 8. മധ്യകാല യൂറോപ്യൻ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അവയെ താഴെ നൽകിയിരിക്കുന്ന ഫ്ലോ ചാർട്ടിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അറിയാം രാജാവാണ് വരുന്നത്, അടുത്തത് പ്രഭുക്കന്മാർ, പിന്നെ ഇടപ്രഭുക്കന്മാർ, പിന്നെ കർഷകർ അല്ലേ. ഓക്കെ, മനസ്സിലായല്ലോ. ആദ്യം രാജാവ് വരും, ഒന്നാമത്തത് രാജാവ്, രണ്ടാമത്തത് പ്രഭുക്കന്മാർ വരും അല്ലേ, പ്രഭുക്കന്മാർ വരും, മൂന്നാമത്തത് ഇടപ്രഭുക്കന്മാർ വരും, നാലാമത്തെ ആളാണ് കർഷകൻ അല്ലേ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കർഷകൻ ഇവിടെ വരും കേട്ടോ, ഇടപ്രഭുക്കന്മാർ ഇവിടെ വരും, പിന്നെ രാജാവ് അവിടെ വന്നു, പിന്നെ ആരാളുള്ളത്? പ്രഭുക്കന്മാരുണ്ടല്ലോ, ഇവരിങ്ങോട്ടും വരും. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രഭുക്കന്മാരുടെ കൈവശമുണ്ടായിരുന്ന വിശാലമായ പ്രദേശമാണ് മാനർ. എന്തൊക്കെ ഉൾപ്പെട്ടതാണ് ഒരു മാനർ? കൃഷിഭൂമിക്ക് പുറമെ മേച്ചിൽ സ്ഥലങ്ങളുണ്ടായിരുന്നു അല്ലേ, പിന്നെ പ്രഭുവിൻ്റെ വലിയ വീട്, പിന്നെ മില്ലുകൾ, കർഷകരുടെ കുടിലുകൾ, പിന്നെ പ്രാർത്ഥനാലയങ്ങൾ, അതൊക്കെ എന്തിലുണ്ടായിരുന്നു? മാനറിലുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങളത് നോക്കണം കേട്ടോ, ആ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, ഇനി ഈ ചോദ്യം നോക്കൂ. ഭക്തി സൂഫി പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായി വളർന്നു വന്ന പ്രാദേശിക ഭാഷകളെയും കൃതികളെയും സാഹിത്യകാരന്മാരെയും പരസ്പരം ക്രമപ്പെടുത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് എഴുത്തച്ഛനെ അറിയാം അല്ലേ.
എഴുത്തച്ഛൻ എന്താ എഴുതിയത്? ഓക്കെ, നമുക്ക് ക്രോസ് ചെയ്യാം. ഇങ്ങനെ എഴുത്തച്ഛൻ അധ്യാത്മരാമായണാണല്ലേ, മലയാളത്തിലാണ് എഴുതിയിട്ടുള്ളത് എഴുത്തച്ഛൻ. അടുത്തതോ തുളസീദാസ് വരുമ്പോൾ എന്താണ്? രാമചരിതമാനസം അല്ലേ, അത് ഹിന്ദിയിലാണ് എഴുതിയിട്ടുള്ളത് അല്ലേ. ഓക്കെ, കമ്പർ ഉണ്ട് ഇവിടെ, കമ്പർ കമ്പരാമായണം തമിഴിലാണ് എഴുതിയിട്ടുള്ളത് അല്ലേ. ഇനി അടുത്ത് അവസാനം ആരാണ്? നന്നയ്യ ഉണ്ട്, നന്നയ്യ മഹാഭാരതം ഇവിടെ തെലുങ്കിൽ അല്ലേ. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കണേ, ക്രോസ് ചെയ്തത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വോയിസ് കേട്ടത് ക്ലിയർ ആക്കണേ. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയില്ലേ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭക്തി പ്രസ്ഥാന കാലത്ത് സാഹിത്യ പുരോഗതിക്ക് ഇടയാക്കിയ പ്രധാന കാരണം എന്താണ്? അതിൻ്റെ കാരണം എന്താ? അവർ ഭക്തി പ്രസ്ഥാനത്തിലെ കവികളെല്ലാവരും സാധാരണക്കാരൻ്റെ ഭാഷയിലാണ് കവിതകൾ രചിച്ചത് അല്ലേ. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കാം. മധ്യകാലഘട്ടത്തിൽ വിജ്ഞാനത്തിൻ്റെയും കലകളുടെയും മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയവരാണ് ചൈനക്കാരും അറബികളും. ചൈനക്കാർ നിർമ്മിച്ച ബുദ്ധ ദേവാലയങ്ങൾ എന്ത് പേരിലാണ് അറിയപ്പെട്ടത്? പഗോഡയാണല്ലേ. ഓക്കെ, പഗോഡയാണ് അതിൻ്റെ ആൻസർ. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. വിജ്ഞാന വളർച്ചയ്ക്ക് സഹായിച്ച ചൈനക്കാരുടെ കണ്ടുപിടുത്തം എന്തായിരുന്നു? അച്ചടി യന്ത്രമാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തതൊരു കുറിപ്പ് തയ്യാറാക്കാനാണ്. മധ്യകാലഘട്ടത്തിൽ ശാസ്ത്ര സാഹിത്യ രംഗങ്ങളിൽ അറബികളുടെ സംഭാവനകളുമായി ബന്ധപ്പെട്ടിട്ട് കുറിപ്പ് തയ്യാറാക്കാൻ. അതിൽ നമുക്ക് എന്തൊക്കെ ഉൾപ്പെടുത്താം? അപ്പം അൽറാസി, ഇബിൻ സിന എന്നിവർ വൈദ്യശാസ്ത്ര രംഗത്തെ പ്രതിഭകളായിരുന്നു. അതുപോലെ തന്നെ 1001 രാവുകൾ പ്രധാന സാഹിത്യ സംഭാവനയായിരുന്നു അല്ലേ. പിന്നെ ഒമർ ഖയ്യാം രചിച്ച റുബായിയത്ത്, പിന്നെ അതുപോലെ തന്നെ ഫിർദൗസിയുടെ ഷാനാമ, അതൊക്കെ പ്രധാനപ്പെട്ട സാഹിത്യ കൃതികളാണെന്നൊക്കെ ചേർത്തിട്ട് വേണം നമ്മളതിൻ്റെ ആൻസർ തയ്യാറാക്കാൻ കേട്ടോ. ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ. ചില ജീവികളുടെ ചിത്രങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. അവ ഓരോന്നും ഏത് കാലാവസ്ഥ മേഖലയിലാണ് ജീവിക്കുന്നതെന്ന് എഴുതാൻ. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ 3 തന്ന് ചിലപ്പോൾ ഇത് തന്നെ തരുമായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവികളെ തരുമായിരിക്കും. അപ്പോൾ ഒട്ടകം എവിടെയാണ്? ഉഷ്ണ മരുഭൂമിയിലാണുള്ളത് അല്ലേ. ധ്രുവക്കരടിയാണ് അടുത്തത്, അത് തുന്ദ്രയിലാണല്ലേ. അടുത്ത ആളാരാ? മധ്യരേഖ നിത്യഹരിത വനങ്ങളിലാണ് കുരങ്ങന്മാരുണ്ടാവുക അല്ലേ. ഓക്കെ, കുരങ്ങന്മാരല്ല, ഈ കുരങ്ങൻ കേട്ടോ. പിന്നീട് ഇനിയൂട്ടുകൾ എന്നുള്ള ആ ഒരു പോർഷന് നിങ്ങളതിൽ കവർ ചെയ്യണം കേട്ടോ. ഇതിൽ ബി ക്വസ്റ്റ്യൻ നോക്കാം. മരുഭൂമികൾ നമുക്ക് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വൻകരകളും തന്നിട്ടുണ്ട്. സഹാറ ആഫ്രിക്കയിലാണ്. ഥാർ എവിടെയാണ്? ഥാർ നമുക്കറിയാം ഇന്ത്യയിലാണല്ലേ. ഇനി തെക്കേ അമേരിക്കയിലുള്ള ഒരു മരുഭൂമിക്ക് ഉദാഹരണം എഴുതാനുണ്ട്. പിന്നെ ഒരു മൊഹവേവ് എന്ന് പറഞ്ഞിട്ടുള്ള മരുഭൂമി ഉണ്ട്, അതെവിടെയാണ് വരുന്നത്? വടക്കേ അമേരിക്കയാണ് അല്ലേ. ഓക്കെ, തെക്കേ അമേരിക്കയുടെ എക്സാമ്പിൾ നമുക്ക് അറ്റക്കാമ എഴുതാം കേട്ടോ, അറ്റക്കാമ. അതുപോലെ മറ്റ് മരുഭൂമികളും അവരുടെ വൻകരകളും നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. അറ്റക്കാമ മറക്കരുത്, തെക്കേ അമേരിക്ക. കാലഹാരി വരുന്നത് ആഫ്രിക്ക, അറേബ്യൻ ഏഷ്യ. പിന്നെ മൊഹേവ് വരുന്നത് വടക്കേ അമേരിക്ക, സഹാറ വരുന്നത് ആഫ്രിക്ക, താർ വരുന്നത് ഏഷ്യ. ഞാൻ എക്സ്ട്രാ പറഞ്ഞത് ഓർമ്മ ഉണ്ടാവണേ. ഓക്കെ, ഇനി പ്രവർത്തനം 2 നോക്കാം. കാലാവസ്ഥാ മേഖലകൾ കൊടുത്തിട്ടുണ്ട്, ജീവികൾ നമുക്കിവിടെ ബ്രാക്കറ്റിൽ ജീവികൾ തന്നിട്ടുണ്ട്. റെയിൻഡിയർ, ഒട്ടകം, ധ്രുവക്കരടി, വേഴാമ്പൽ, തേള്, ഒറാങ്ങുട്ടാൻ അല്ലേ. അപ്പോൾ നമുക്കറിയാം റെയിൻഡിയറും അതുപോലെ തന്നെ ധ്രുവക്കരടിയും വരുന്നത് ഏതിലാണ്? തുന്ദ്രയിലാണല്ലേ. അപ്പോൾ ഇനി ഉഷ്ണ മരുഭൂമിയിൽ വരുമ്പോൾ ആര് വരും? ഒട്ടകം വരും അല്ലേ. ഒട്ടകം മരുഭൂമിയിലാണ് ഉണ്ടാവുക. അടുത്ത ആൾക്കാരൊക്കെ എവിടെയാണ് വരുന്നത്? മധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ ഇവർ 3 പേരും വരും അല്ലേ. വേഴാമ്പൽ, തേള്, ഒറാങ്ങുട്ടാൻ. ഓക്കെ, മനസ്സിലായില്ലേ? ഇത് സിമ്പിളല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ നോക്കാം. മരുപ്പച്ചകളുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മരുപ്പച്ചയുടെ കുറിപ്പ് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ പോയിന്റ്സ് വേണം? മരുഭൂമികളിലെ ജലലഭ്യമായ പ്രദേശങ്ങളെയാണ് മരുപ്പച്ചകൾ എന്ന് വിളിക്കുന്നത്. ഒറ്റപ്പെട്ട് കാണപ്പെടുന്ന ഈ ജലാശയങ്ങളെ ചുറ്റിപ്പറ്റി സസ്യങ്ങളും ജന്തുക്കളും ജനവാസ മേഖലകളും കൂടുതലായി കാണപ്പെടുന്നു. അതിനൊരു എക്സാമ്പിളാണ് ആഫ്രിക്കയിലെ നൈൽ നദീതടം കേട്ടോ. ഓക്കെ, അപ്പോൾ അതുപോലുള്ള മറ്റൊരു ചോദ്യം നോക്കാം. മധ്യരേഖ കാലാവസ്ഥ മേഖല സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളുടെ കാലാവസ്ഥ സവിശേഷതകൾ വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ക്വസ്റ്റിൻ്റെ ഉത്തരത്തിൽ എന്തൊക്കെ പോയിന്റ്സ് വേണം?
വർഷം മുഴുവൻ ഉയർന്ന അന്തരീക്ഷ താപമായിരിക്കും അവിടെ അല്ലേ. പിന്നീടോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ലഭിക്കുന്ന ഇടിമിന്നലോട് കൂടിയ മഴ. അടുത്തത് സമൃദ്ധമായ മഴയും സൂര്യപ്രകാശവും ലഭിക്കുന്നു അല്ലേ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മധ്യരേഖ കാലാവസ്ഥാ മേഖലയുടെ അക്ഷാംശം എഴുതാനാണ്. അതെന്താണ്? 10 ഡിഗ്രി വടക്കും 10 ഡിഗ്രി തെക്കും. ഭൂമധ്യ മേഖലയിൽ നിന്ന് 10 ഡിഗ്രി വടക്കും 10 ഡിഗ്രി തെക്കുമാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രധാന ഉപജീവന മാർഗം വനവിഭവ ശേഖരമാണ്. എന്തായിരിക്കാം ഇതിന് കാരണം? കാരണം ധാരാളം മരങ്ങളും സസ്യജാലങ്ങളും ഉള്ളതിനാൽ വനവിഭവങ്ങൾ സമൃദ്ധമായി ലഭിക്കുന്നു കേട്ടോ. ഈ ക്വസ്റ്റ്യൻ നോക്കാം. മുകളിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ അടിസ്ഥാനമാക്കി ഈ മേഖലകളിലെ ജനജീവിതത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഈ പോയിൻറ്റ്സും നമ്മളിപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസറും കൂടി കൂട്ടിച്ചേർത്ത് നമുക്കിത് തയ്യാറാക്കാവുന്നതാണ് അല്ലേ. ഇവിടെ നമുക്ക് പോയിൻറ്റ്സ് ഒക്കെ അവർ തന്നെ തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പം അതൊന്ന് ശ്രദ്ധിക്കാം, പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കുറച്ച് ക്ലിയർ കുറവുണ്ട്, ഞാൻ വായിക്കാം. മരുപ്രദേശങ്ങളിൽ സമൃദ്ധമായി വിളയുന്ന ഒരിനം പഴം കേരളത്തിൽ സുലഭമാണ്. ഏതാണ് ആ പഴം? ഈന്തപ്പഴമാണ് കേട്ടോ. ഓക്കെ, മരുഭൂമിയിലെ സസ്യജാലങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതിന് ഇലകളില്ല, മാംസളമായ കാണ്ടാണ്. കാണ്ടം എന്ന് പറഞ്ഞാൽ തണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മരുഭൂമിയിലെ കാലാവസ്ഥയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? പകല് ചൂട് കൂടുതലാണ്, രാത്രി വളരെ കുറവാണ്. ഉഷ്ണകാലം ചൂട് കൂടുതലാണ്, ശൈത്യകാലത്ത് താഴ്ന്ന അന്തരീക്ഷ താപമാണ് അല്ലേ. പിന്നെ മഴ തീരെ കുറവാണ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് അതിൻ്റെ ആൻസറിൽ വേണം കേട്ടോ. ഓക്കെ, നമുക്ക് പ്രവർത്തനം 5 കൂടെ ഒന്ന് നോക്കാം. മധ്യകാലത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ ഈ ഹെഡിങ് വായിച്ച് നോക്കണം. ക്വസ്റ്റ്യൻ വായിക്കാം. അക്കാലത്ത് സാഹിത്യ മേഖലയിൽ ഏറെ സംഭാവന ചെയ്ത 2 പ്രസ്ഥാനങ്ങൾ ഏവ? നമുക്കറിയാം, ഭക്തി പ്രസ്ഥാനവും സൂഫി പ്രസ്ഥാനമാണ് അല്ലേ. മധ്യകാല ഇന്ത്യയിലുള്ള സാംസ്കാരിക തനിമയ്ക്ക് അഭിമാനമായി നിലകൊള്ളുന്ന 2 പ്രസ്ഥാനങ്ങളായിരുന്നു അവ അല്ലേ. ഓക്കെ, സാഹിത്യ മേഖലയിൽ ഉണ്ടായിരുന്ന സംഭാവനകളാണ് കേട്ടോ. സാഹിത്യ മേഖലയിൽ ഉണ്ടായിരുന്ന പ്രസ്ഥാനങ്ങളാണ് ഭക്തി പ്രസ്ഥാനവും സൂഫി പ്രസ്ഥാനവും. അക്കാലത്തെ കവികളുടെ രചനകളിൽ കണ്ട പ്രധാന പ്രത്യേകത എന്തായിരുന്നു? അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. എന്തായിരുന്നു അത്? സാധാരണക്കാരൻ്റെ ഭാഷയിലായിരുന്നു അവർ കവിതകൾ രചിച്ചിരുന്നത്. ഇത് പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് സഹായകമായി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. മലയാളവും ഇതിലൂടെ വളർന്നു വന്ന ഒരു ഭാഷയാണ്. അക്കാലത്ത് മലയാള ഭാഷയുടെ വികാസത്തിന് തുടക്കം കുറിച്ച പ്രശസ്ത കവി ആരാണ്? നമ്മൾ നേരത്തെ കവിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എഴുത്തച്ഛൻ അല്ലേ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു കൃതിയുടെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ടല്ലോ അല്ലേ. അധ്യാത്മരാമായണം, ഭാഗവതം, അതൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. ഇതിന് ചിലപ്പോൾ ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങളിപ്പോൾ തന്നെ ഇത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്കും കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.